Hi, now we have Mr. Shahin with us. He is the founder of Perpix Insights and Perpix Practical B-School. And sir, moreover, you are a Rakian. So how does it feel tonight to be a part of this big moment? So actually, it's really happy tonight because നമ്മൾ കുറെ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എയറിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ we come to see it live. Live. So it's an amazing night today because ഒരുപാട് ആൾക്കാർ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കളക്റ്റീവായിട്ടുള്ള എഫേർട്സിനെ റെക്കഗ്നൈസ് ചെയ്യുന്നു, അതിനുള്ള സപ്പോർട്ട് തരുന്നു. സോ ഇറ്റ്സ് എ റിയലി, ഇപ്പം ഷിബില് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ it's not a celebration, it's actually a starting. We are launching something new. Yeah. So it's like a really an exciting beginning for all of us. As a rack എന്ന് പറഞ്ഞ ഒരു ന്യൂ ഐഡന്റിറ്റിയിലേക്ക് ഒരുപാട് കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യും. അതിൽ ഇൻഡിവിജ്വലി ഗ്രോത്ത് ഉണ്ടാക്കാനൊക്കെയുള്ള ഒരു ന്യൂ ചാപ്റ്ററിലേക്കുള്ള ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ടാണ് ഐ എം ലുക്കിംഗ് ആഫ്റ്റർ ദിസ് നൈറ്റ്. സോ റാക്കിന്റെ ഐഡിയോളജീസ് ആൻഡ് റാക്കിന്റെ കോൺസെപ്റ്റ്സിനോട് വെരി അലൈൻഡ് ആയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ പെർപിക്സ് ബിസിനസ് സ്കൂൾ പ്രാക്ടിക്കൽ ബി സ്കൂൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. എക്സാക്ട്ലി. സോ വാട്ട് ഇസ് ദ വിഷൻ ഇൻ ദാറ്റ്? എങ്ങനെയാണ് അതിന്റെ ഒരു വർക്കിംഗ്? സോ ആക്ച്വലി അഗെയിൻ ഇപ്പം ത്രൂ ഔട്ട് ദ വേൾഡ് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉടനീളം നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കേരളത്തിലും ഒക്കെ ഇപ്പം ഈവൻ നമിത വാസ് ടെല്ലിംഗ് ഇൻ അവർ സ്പീച്ച് ഓൾസോ, ഓൺടർപ്രണർഷിപ്പ് ആൻഡ് സ്റ്റാർട്ടപ്പ് ഇസ് ദ ഹോട്ട് വേർഡ്സ്, കീവേർഡ്സ് ഇൻ ദീസ് ഡേയ്സ്. അപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും തുടങ്ങണം എന്നുള്ളത് പണ്ട് കാലം മുതലേ ഉള്ള നമ്മളൊക്കെ ആലോചിക്കുന്ന സാധനമാണ്. ചായ കുടിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും വി കൻ സ്റ്റാർട്ട് സംതിങ് എന്നുള്ളത്. പക്ഷെ അതിന് പ്രാക്ടിക്കാലിറ്റിയിൽ നോക്കുന്ന സമയത്ത് കുറേ ബുദ്ധിമുട്ടുകൾ ഉള്ളതുണ്ടാവും, റിസ്ക് എലമെന്റ്സ് വരുന്നതുള്ളുണ്ട്. അപ്പോൾ വേണ്ടാന്നുള്ളൊരു ഡിസിഷനിലേക്ക് നമ്മൾ പോവാണ് പലപ്പോഴും ഉണ്ടാവുക. അപ്പോൾ അതിലേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറിയാത്തത് കൊണ്ടാണ് പ്രശ്നം. എങ്ങനെ ചെയ്യണം, വാട്ട് ക്യാൻ ബി ഡൺ, വാട്ട് നോട്ട് ടു ബി ഡൺ എന്നുള്ളത് ക്ലിയർ ക്ലാരിറ്റി കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നമുള്ളത്. പലരും ഹാർഡ് വേ കൂടെ പഠിച്ചിട്ടാണ് ബിസിനസ് പഠിക്കുക. ഒരുപാട് ലക്ഷങ്ങൾ നഷ്ടം വന്നിട്ട് കുറെ അറ്റംപ്റ്റ്സ് ചെയ്ത് 5-10 ബിസിനസ് തുടങ്ങി പൂട്ടി പോയിട്ടായിരിക്കും ബിസിനസ് പഠിച്ചു വരുന്നുണ്ടാവും. റിസ്ക് എടുത്ത ആൾക്കാര് എക്സാക്ട്ലി. അപ്പോൾ ദാറ്റ് ഇസ് അത് മാത്രമല്ല വഴിയുള്ളത്. വി ക്യാൻ ആക്ച്വലി ലേൺ ബിസിനസ്, റൈറ്റ്? ഇപ്പം ടോപ്പ് ബി സ്കൂളുകളിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മേ ബി HBS ഹാർവർഡ് ബിസിനസ് സ്കൂൾ ആണെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യയിലെ IIMs ആണെങ്കിലും ഒക്കെ ടോപ്പ് പ്രൊഫഷണൽസിന് ഉണ്ടാക്കുന്നത് അവിടെ കാൽക്കുലേറ്റഡ് റിസ്കുകൾ എടുക്കാൻ വേണ്ടിയിട്ടാണ്. റിസ്ക് നമുക്ക് ബ്ലൈൻഡ് ആയിട്ട് എടുക്കുന്നതിന് വി കനോട്ട് കോൾ ദാറ്റ് ഓക്കെ ഐ എം സ്റ്റെപ്പിംഗ് ഇൻ ടു റിസ്ക് ആൻഡ് സക്സസ് വരുന്നൊന്നും നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് കാൽക്കുലേറ്റഡ് റിസ്ക്. അതെടുക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ യൂത്തിനെ എംപവർ ചെയ്യാന്നുള്ള മിഷനാണ് ആക്ച്വലി ഇവിടെ ഈവൻ വിഷണറീസ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ ആക്ടിവിസ്റ്റുകളാണെങ്കിലും അല്ലെങ്കിൽ whoever is in this field is saying there is a huge gap between industry and academia. ഇതേ പോയിന്റ് തന്നെയാണ് ആക്ച്വലി ഈവൻ UGC ആണെങ്കിലും നമ്മുടെ ഗവൺമെന്റ് സിസ്റ്റംസ് ആണെങ്കിലും ഇപ്പം ഈവൻ NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 റിവൈസ് ചെയ്തിട്ടുള്ളതൊക്കെ ഇതേ ഒരു അലൈൻമെന്റിലേക്കാണ്. there is a huge gap between that. അപ്പം നമുക്ക് തന്നെ അറിയുന്ന കാര്യമാണ്. ഇപ്പം നമ്മുടെ Tier 3, Tier 4 കോളേജസിലൊക്കെ നമുക്ക് ചുറ്റും കാണുന്ന കോളേജസിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങുന്ന നമ്മുടെയൊക്കെ സർക്കിളിലുള്ള ആൾക്കാർ ഡിഗ്രി കഴിഞ്ഞ് BCom കഴിഞ്ഞിട്ട് ഇറങ്ങുന്നവർക്ക് വാട്ട് ദേ ഹാവ് ലേൺഡ് ഇൻഡസ്ട്രി റെഡി അല്ല. ഓഫ് കോഴ്സ് BCom എന്ന് പറയുന്നത് ബാച്ചിലർ ഓഫ് കോമേഴ്സ് ആണ്, അല്ലെങ്കിൽ BBA ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആണ്. ആർ ദേ റിയലി റെഡി ടു അഡ്മിനിസ്റ്റർ സം ബിസിനസ്സസ് എന്നുള്ള ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് they are not actually ready. ആ ഒരു സ്കില്ല് അവിടെ ഇല്ല. അവിടെ മിയർലി ആ ഒരു സർട്ടിഫിക്കറ്റ് വാല്യൂ എന്നുള്ള സാധനം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അവിടുന്ന് മാറിയിട്ട് ഈ ഒരു ഇൻഡസ്ട്രി അക്കാഡമിയെ ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ആക്ച്വലി ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ വോയിഡ്. ദിസ് ഇസ് ലൈക്ക് ഗവൺമെന്റ് സിസ്റ്റംസ് അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റംസ് ഫില്ല് ചെയ്യേണ്ട ഒരു വോയിഡ് ആണ്. അത് ഫില്ല് ചെയ്യാനുള്ള ശ്രമമാണ് ആക്ച്വലി നമ്മൾ പെർഫെക്റ്റ് പ്രാക്ടിക്കൽ. എക്സാക്ട്ലി. അപ്പൊ അതിലേക്ക് ഒരു ലൈനും കൂടി ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രാക്ടിക്കലി ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ പ്രാക്ടിക്കൽ ബി സ്കൂളിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ വീക്കും ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ സെയിൽസ് പഠിക്കുമ്പോൾ നമ്മളെ ലാസ്റ്റ് നമ്മുടെ ഇപ്പോൾ ഒരു ബാച്ച് ലൈവായിട്ടുള്ള ബാച്ച് സെയിൽസ് പഠിക്കുന്ന സമയത്ത് അതിന്റെ തിയറി സൈഡ് പഠിച്ചിട്ട് സെയിൽസ് ഫണലും അതിന്റെ പിച്ചിങ്ങും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് തലേ ദിവസം അവർ പോയിട്ട് കുറച്ച് പ്രോഡക്ട്സ് SM സ്ട്രീറ്റിൽ പോയിട്ട് മൊയാസിൽ പോയിട്ടും വാങ്ങിക്കൊണ്ടുപോകും. ഓക്കെ ഇന്ന പ്രോഡക്ട്സ് ആണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയിട്ട് അവർ ടീമായിട്ട് പ്രോഡക്ട്സ് വാങ്ങിയിട്ട് വന്നു. നെക്സ്റ്റ് ഡേ അവർ പോയിട്ട് സെല്ല് ചെയ്യാണ്. ഓക്കെ അവർ ബീച്ചിൽ പോയിട്ടും SM പോയിട്ടും അവിടെ പോയിട്ട് ലൈവായിട്ട് സെല്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ വാല്യൂ അഡീഷൻസ് കൊണ്ടുവന്നിട്ട് എങ്ങനെ പ്രോഫിറ്റബിൾ ആക്കാന്നുള്ളത്. ദിസ് ഇസ് ഹൗ ദേ ലേൺ. പബ്ലിക് സ്പീക്കിങ്ങിന് വേണ്ടിയിട്ട് അവർ പുറത്തിറങ്ങിയിട്ട് പബ്ലിക്കിനോട് സംസാരിക്കുകയാണ്. നമ്മുടെ ഒരു ടീം അതിൽ രസകരമായിട്ടുണ്ടായിരുന്നത് ബസ് കയറിയിട്ട് സംസാരിച്ചു. ലൈക്ക്
കേൾക്കാൻ ആരെങ്കിലും വേണമല്ലോ. announcement. അനൗൺസ്മെന്റ് പോലെ ഗൈസ് വി നീഡ് ടു ടോക്ക് ടു യു എന്നുള്ള രീതിയിലേക്ക് ചില കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ടായി. സോ അത്തരത്തിലുള്ള പ്രാക്ടിക്കൽ ലേണിംഗിന്റെ മിസ്സിങ് ഉള്ള ഇത് ഫില്ല് ചെയ്യാന്നുള്ളതാണ് ആക്ച്വലി പെർഫെക്റ്റ് പ്രാക്ടിക്കൽ ബി സ്കൂളിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ത്രൂ ഔട്ട് ഈ ഗ്രേറ്റർ മലബാർ എന്നുള്ള ഒരു ഇനീഷ്യേറ്റീവ്, ആ ഒരു കോൺസെപ്റ്റ് വി ആർ ഹിയറിംഗ്. So you are the perfect person to tell us what it is. Okay. So again, ഞാൻ മുന്നേ ആണെങ്കിലും 2-3 സ്റ്റാർട്ടപ്സ് ഒക്കെ അറ്റംപ്റ്റ് ചെയ്ത സമയത്താണെങ്കിലും എവറി ടൈം ദർ വാസ് ഈ ഗോയിങ് ബാക്ക് ടു ദ സൊസൈറ്റി എന്നുള്ളൊരു ഐഡിയോളജി എപ്പോഴും എവിടേക്കോ കിടന്നിട്ടുള്ളതുണ്ടായി. അപ്പോൾ സോ അതിന്റെ ഒരു ബെറ്റർ ഫോർമേഷനിലേക്ക് കൊണ്ടുവരുന്നത് ആലോചിക്കുന്ന സമയത്താണ് വി ആർ ഫ്രം മലബാർ. പണ്ട് നമ്മളെ മലബാർ ഇപ്പം ഈവൻ കാലിക്കറ്റ് വാസ് ഇൻ ദ മാപ്സ് എന്നുള്ളത് നമ്മള് സഫാരി നമ്മളെ സന്തോഷ് ജോർജ് കുളങ്ങ റീലിലൊക്കെ കാണാറ് അല്ലെ. അത് വേൾഡിലുള്ള ഫസ്റ്റ് മാപ്പിൽ മാർക്ക് ചെയ്തിട്ടുള്ള സ്ഥലം, അതിന്റെ കൂടെ മാർക്ക് ചെയ്തിട്ടുള്ള ബാക്കി സ്ഥലങ്ങൾ ആക്ച്വലി ഇന്ന് വലിയ വലിയ നിലകളിലാണ്. ബട്ട് വേർ ആർ വി നൗ എന്നുള്ള ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് ഇവിടെ സ്കില്ലില്ലായിട്ടല്ല, നമ്മളെ ആൾക്കാർ പോയിട്ടാണ് ദുബായിന് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ പുറത്തുള്ള രാജ്യങ്ങളൊക്കെ ഹ്യൂമൻ റിസോഴ്സ് നമ്മളാണ്, പക്ഷേ വി ആർ നോട്ട് ഗെറ്റിംഗ് ദി ബെനിഫിറ്റ് ഓഫ്. യെസ്, ഇവിടെ റീജിയണലി ആ ബെനിഫിറ്റ്സ് ഇല്ല. അപ്പോ ഈവൻ നമ്മള് ഇപ്പം നമ്മൾ ഈ സ്കില്ലുള്ള ആൾക്കാർക്ക് തന്നെ ജോലി നോക്കുന്ന സമയത്ത് ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്, മുംബൈ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഹൈദരാബാദ് ബേസ് ചെയ്തിട്ട് ഡൽഹി NCR നമ്മൾ വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടും, അല്ലെങ്കിൽ ദുബായ് പുറത്ത് പോകാൻ ഇവിടുന്ന് ചെതറി പോവാ. അതെ, ഇനി അല്ലെങ്കിൽ ഇപ്പൊ അതിന്റെ ഇപ്പൊ പണ്ട് ഗൾഫിലേക്കാണെന്നുണ്ടെങ്കിൽ അത് മൈഗ്രേഷൻ ഇപ്പൊ മാറിയിട്ട് യൂറോപ്പിലേക്കായി, UK, കാനഡ എന്നുള്ള രീതിയിലേക്ക്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവിടെ പോയിട്ട് ഈ MBA ഗ്രാജുവേറ്റ്സ് ആണെങ്കിലും ഐസ് വാരിട്ടാണെങ്കിലും ലിറ്ററലി ഐ എം നോട്ട് സേയിങ് ദാറ്റ്സ് ബാഡ്. ബട്ട് ഇവിടെ എന്തുകൊണ്ടാണ് അവർക്ക് നമ്മൾ കുറ്റം പറയാണ് നാടിന് ഇവിടെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. നമുക്ക് എക്സാക്ട്ലി ദാറ്റ് ഇസ് ദ പോയിന്റ്. അത് ഇവിടെ നമ്മൾ അതിനുള്ള സിറ്റുവേഷൻസ് ഉണ്ടാക്കി കൊടുക്കാണ്ടാണ് നമ്മൾ ഈ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ അത്തരത്തിലുള്ള ഒരു എക്കോസിസ്റ്റം ഉണ്ടെങ്കിൽ, ഇവിടെ നല്ല കമ്പനീസ് ഉണ്ടെങ്കിൽ ഇവർക്ക് ആർക്കും നമുക്കൊക്കെ ഇപ്പൊ പുറത്ത് പോകാൻ താല്പര്യം ഉണ്ടായിട്ടാണ്. സ്വന്തം വീടിനും ഫാമിലിയൊക്കെ വിട്ടിട്ട് ഈ കഷ്ടപ്പെട്ടിട്ട് പ്രവാസിയാവാൻ ആർക്കാ താല്പര്യമുള്ളത്? സോ അതിനുള്ള എക്കോസിസ്റ്റം ഇവിടെ അറ്റ്ലീസ്റ്റ് നമ്മൾ അടുത്ത ജനറേഷനെങ്കിലും നമ്മളത് ഉണ്ടാക്കി കൊടുക്കുക. ബാക്ക് ടു ഗ്ലോറി എന്നുള്ള രീതിയിലേക്ക് പണ്ടൊരു പ്രതാപകാലം ആയിരുന്ന മലബാറിനെ എല്ലാം ഇവിടെ തന്നെ ഉള്ളുണ്ട്. ആ ഒരു എക്കോസിസ്റ്റം ഇവിടെ തന്നെ ബിൽഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു ഇനീഷ്യേറ്റീവ് ആണ് ഗ്രേറ്റർ മലബാർ എന്ന് പറയുന്നത്. സോ ഗ്രേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ടേം ഇറ്റ് സെൽഫ് കംസ് ഫ്രം ലൈക്ക് ഗ്രേറ്റർ ചെന്നൈ, ഗ്രേറ്റർ മുംബൈ, ഗ്രേറ്റർ നോയിഡ എന്നൊക്കെ പറഞ്ഞിട്ട് ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സ് തന്നെ ഒരു ഘട്ടമാവുന്ന സമയത്ത് വരുന്നതാണ് അടുത്ത ഘട്ടത്തിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള. അപ്പൊ അങ്ങനെ നോക്കിയ സമയത്താണ് ദ നെയിം ഗ്രേറ്റർ മലബാർ ഇറ്റ് സെൽഫ് വിൽ ബി ദ ബെസ്റ്റ് കോയിൻ ദാറ്റ് ബാക്ക് ടു ഗ്ലോറി എന്നുള്ള രീതിയിലേക്ക്. അപ്പൊ അതിന് വേണ്ട നല്ല ഓർഗനൈസേഷൻസ് ഇവിടെ ഉണ്ടാക്കുക, ഓൾസോ അതിന് വേണ്ട നല്ല ഹ്യൂമൻ റിസോഴ്സും ഇവിടെ ഉണ്ടാക്കുക. അത്തരത്തിലുള്ളൊരു എക്കോസിസ്റ്റം ഇവിടെ ആവുകയും ഒരു 2035 ആവുമ്പോഴേക്കും ഒരു 10 lakh+ ജോബുകൾ ക്രിയേറ്റ് ചെയ്യും, യൂത്ത് ലെഡ് ചെയ്യുന്ന ഒരു എക്കോണമി ഉണ്ടാക്കുക എന്നുള്ള രീതിയിലേക്കും. സോ ഇതൊക്കെ ഫിനാൻഷ്യൽ നമ്പേഴ്സിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പെർ ക്യാപിറ്റ ഇൻകം വെച്ചിട്ടാണ്. സോ നമ്മളിവിടുത്തെ പെർ ക്യാപിറ്റ ഇൻകം നോക്കുമ്പോൾ കേരളത്തിലെ ബിഗർ നമ്പർ ഈസ് അറൌണ്ട് 3 lakhs per annum എന്നുള്ളത്. 3 lakhs per annum എന്ന് പറയുമ്പോൾ ഡിവൈഡ് ബൈ 12 by 10 എന്നാകുമ്പോൾ 30,000 ഉറുപ്പിന്റെ അടുത്താണ് നമുക്കൊരു ഫാമിലിക്ക് ഒരു ഫാമിലിക്ക് ഒരു മാസം എന്നുള്ളതാണ് കണക്ക്. അതിൽ ഏറ്റവും ലാസ്റ്റിലേക്ക് വരുന്നതാണ് ആക്ച്വലി നമ്മുടെ മലപ്പുറം, കോഴിക്കോടൊക്കെ ലാസ്റ്റിലേക്കാണ് കണക്ക് പ്രകാരം വരുന്നത്. അഗെയിൻ അൺഅക്കൗണ്ടബിൾ മണിയൊക്കെ ഉണ്ടായിരിക്കാം, ബട്ട് സ്റ്റിൽ അതില് ആ ഒരു നമ്പേഴ്സ് നോക്കുന്ന സമയത്ത് ഡെവലപ്ഡ് കൺട്രീസിൽ നോക്കുമ്പോൾ ഈ പറഞ്ഞ $3 lakh ആയിരിക്കും ആ നമ്പേഴ്സ് ഉണ്ടാവും. അത്രയും ഡിഫറൻസ് ഉള്ളതുണ്ട്. അവിടെയുള്ള ആൾക്കാർ നമ്മുടെ ആൾക്കാർ. എക്സാക്ട്ലി. അപ്പോ ദിസ് ഡസ് നോട്ട് മേക്ക് സെൻസ് അറ്റ് ഓൾ. ഇവിടെ സ്കില്ലും ഉണ്ട്, ഇതിനുള്ള സിസ്റ്റംസും ഉണ്ട്. അപ്പൊ അത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്, ഒരു മൂവ്മെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഗ്രേറ്റർ മലബാർ എന്നുള്ളത് ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ വൺ മോർ തിങ് ടു ആഡ് ഇസ്, ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് അമേരിക്കയുടെ സ്ലോഗൻ ഇസ് ലെറ്റ്സ് മേക്ക് അമേരിക്ക ഗ്രേറ്റർ അഗെയിൻ എന്നുള്ളതാണ്. ഒരു ഗ്രേറ്റർ അഗെയിൻ എന്നുള്ള സെക്കൻഡ് വേവ് അവർ ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമം. അപ്പൊ അമേരിക്കക്ക് അത്തരത്തിലുള്ള അമേരിക്കയുടെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് ആയിട്ട് പറയുന്നത് അവരുടെ സോഫ്റ്റ് പവർ ആണ്. സോഫ്റ്റ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ അമേരിക്കക്കാരനാണെന്നുള്ള ഒരു ഫീൽ ഉണ്ടാവും, റൈറ്റ്? നമ്മൾ എപ്പോഴും പ്രൗഡ് ടു ബി, യെസ്. ബട്ട് നമുക്ക് നേരെ തിരിച്ചാ, നമ്മൾ ഇവിടെ വേണ്ട, നമ്മുടെ നാട്ടിൽ അതെ, നമുക്ക് UK പോവാം, നമുക്ക് ഫാമിലി ആയിട്ട് അവിടെ സെറ്റിൽ ചെയ്യാം. ഇവിടെ ഒന്നുമില്ല, ഇവിടെ എന്താണുള്ളത്, ഇവിടെ ആകെ ബുദ്ധിമുട്ടാണെന്നുള്ള സാധനം. അപ്പം അതിന്റെ ഒരു ഇനീഷ്യൽ സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ we all are representing the youth actually, right? നമ്മളിപ്പം സോഷ്യൽ പ്രസൻസിൽ ഇന്റർനെറ്റ് പെനിട്രേഷൻ അത്രയും ഉള്ളൊരു സമയത്താണ് നിൽക്കുന്നത്. സോ ഇത്തരത്തിലുള്ള ഒരു ഐഡിയോളജി യൂത്തിന്റെ ഇടയിൽ കൊണ്ടുവരികയാണെങ്കിൽ ആ മലബാറിസം, ഐ എം നോട്ട് സെയിങ് ദാറ്റ് ഓക്കെ മലബാർ വേറെ ബാക്കിയുള്ള സ്ഥലങ്ങൾ വേറെ എന്നുള്ളതല്ല, അറ്റ്ലീസ്റ്റ് ഈ ഇവിടുന്ന് ഒരു ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സ്പ്രെഡ് ത്രൂ ഔട്ട്. ഇവിടെ സ്റ്റാർട്ട് ചെയ്ത ഇറ്റ്സ് എ
starting soil for others also. ഓഫ് കോഴ്സ്. സോ അതിനുള്ളൊരു മൂവ്മെന്റ് എന്നുള്ള രീതിയിലേക്ക് സോഫ്റ്റ് പവർ ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിൽ മലബാറിലുള്ള അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറൽ റൂട്ട്സിലേക്ക് തിരിച്ചു പോയിട്ട് അവിടെ നിന്നുള്ളത് സെലിബ്രേറ്റ് ചെയ്യും. നമ്മൾ ഓൺടർപ്രണേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഇവിടുന്ന് കൊണ്ടുവരുന്ന പ്രോഡക്ട്സ് ആണെങ്കിലും മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ആ ഒരു ഗ്രോത്ത് ഉണ്ടാവും. നമ്മളൊക്കെ സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്, കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരാണ്, കൺസെപ്ഷൻ ചെയ്യുന്നതാണ്. അപ്പൊ അതിന് പ്രിഫറൻസ് എന്നുള്ള രീതിയിലേക്ക് ഓക്കെ ലെറ്റ് സപ്പോർട്ട് ദ റീജിയണൽ സ്റ്റാർട്ടപ്സ്. നമ്മൾ ഇന്റർനാഷണൽ ഗൂഡ്സ് പർച്ചേസ് ചെയ്യുന്നതിന് പകരം അല്ലെങ്കിൽ ഇന്റർനാഷണൽ സർവീസസ് ബ്രാൻഡ് ഇങ്ങനെ നോക്കി നടക്കുന്നതിന് പകരം എക്സാക്ട് ഇവിടുന്ന് വരുന്ന ഹോം ഗ്രോൺ ആയിട്ടുള്ള ഒരുപാട് ബ്രാൻഡ്സ് ഉള്ള ക്വാളിറ്റി ബ്രാൻഡ്സ്, നല്ല ക്വാളിറ്റി ഉള്ള എക്സാക്ട്ലി. അപ്പൊ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യാനുള്ള രീതിയിലേക്ക് നമ്മളെ യൂത്ത് മാറുമ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മലബാർ വിൽ ബി ഫ്ലറിഷിംഗ് ആൻഡ് വി ക്യാൻ ആക്ച്വലി ഗോ ബാക്ക് ടു എ ഗ്രേറ്റർ മലബാർ എന്നുള്ളതാണ്. So that's the real നമുക്ക് കിട്ടാത്തൊരു എൻവയോൺമെന്റ് ഇനി വരുന്ന ജനറേഷൻ ഉണ്ടാക്കി. അപ്പൊ കുറ്റം പറയുന്നതിൽ അപ്പുറത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് ലെറ്റ് ദ നെക്സ്റ്റ് കമ്മിങ് ജനറേഷൻ ബി ഇവിടെ തന്നെ മൂവ് ചെയ്യാൻ പോവണം എന്നൊരു ചിന്ത വരരുത്. അതാണ് കാര്യം. സി ഡെവലപ്ഡ് കൺട്രീസിലുള്ള ഒരാളാണെങ്കിൽ സപ്പോസ് ഇപ്പം UK ഒരു സിറ്റിസൺ അല്ലെങ്കിൽ ഒരു അമേരിക്കൻ സിറ്റിസൺ അവരെ എന്തെങ്കിലും ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു നാട്ടിൽ പോകണം എന്ന് ആലോചിക്കുന്ന ആ ഒരു മൈൻഡ് വെക്കേഷൻ മാത്രമാണ് വേറെ രാജ്യം. അതെ സത്യം. അപ്പൊ നമ്മൾ വെക്കേഷന് തിരിച്ചുവിടെ വരിക. അതെ. അപ്പൊ അത് ആക്ച്വലി ആ പേഴ്സ്പെക്റ്റീവ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഇമ്പോർട്ടൻറ്റ്. അതിലേക്ക് ആ മൈൻഡ് സെറ്റിലേക്ക് നമ്മളെ യൂത്തിനെ എത്തിക്കുക, അതിലൂടെ നല്ലൊരു എക്കോണമി ക്രിയേറ്റ് ചെയ്തെടുക്കുക, സെൽഫ് സസ്റ്റൈനിങ് ആയിട്ടുള്ള. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ടൈം ആണെങ്കിലും സ്കില്ലാണെങ്കിലും ഒക്കെ വേറെ എവിടെയോ എന്തിനൊക്കെയോ വേണ്ടിയിട്ട് ചെലവാക്കുന്നത് ബാക്ക് ടു നമ്മുടെ നാടിന് വേണ്ടിയിട്ട് തന്നെ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ. Exactly. That is what actually Greater Malabar Initiative is all about. It's a great initiative. So, about RAC, about this rebranding, this logo, what do you think about that? So, initially itself, ഷിബിലായിട്ടുള്ള ഡിസ്കഷൻസിലൊക്കെ സോ ഇനീഷ്യലി ഫസ്റ്റ് നമ്മൾ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതും ഈ ഓഗസ്റ്റിന്റെ എ വെച്ചിട്ടുള്ള ഒരു പോസ്റ്റർ ആയിരുന്നു. ഓഗസ്റ്റ് ഇസ് ഫോർ ആക്ഷൻ, അങ്ങനെ വെച്ചിട്ടുള്ള സിനോണിംസ് കുറച്ചിങ്ങനെ ഗ്രോത്തിന്റെ പെർസ്പെക്റ്റീവിലുള്ളത് ഇട്ടിട്ടുണ്ടായി. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് റിയലി എ ബ്രില്യൻറ്റ് ഐഡിയ. ബിക്കോസ് നമ്മൾ ഈവൻ നിങ്ങൾ നമ്മളെ കോപ്പർഫോളിയോ കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഇതിനുള്ള ബിൽഡിംഗ് എടുത്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ സ്ട്രക്ചർ നോക്കുന്ന സമയത്തും ദർ ഇസ് എ ട്രയാങ്കുലർ വിഷൻ. ഇങ്ങനെ ഓരോരോ കോർണർ ഓഫീസ് എന്നൊക്കെ പറയുന്ന സെറ്റപ്പിലാണ് ഒരു സാധനം ഉള്ളത്. അപ്പോൾ അഗെയിൻ ദാറ്റ് ട്രയാങ്കിൾ ഇറ്റ് സെൽഫ് ഇസ് ദിസ് ട്രയാങ്കിൾ. ആൻഡ് ഞാൻ ഒരു മാത്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാൾ. സോ ഐ വാസ് വർക്കിംഗ് ആസ് എ മാത്തമാറ്റിക്സ് ടീച്ചർ ബിഫോർ. സോ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നതും ട്രയാങ്കിൾ ഇസ് ദ സ്ട്രോങ്ങസ്റ്റ് ഷേപ്പ്. കാരണം സ്റ്റെബിലിറ്റിയിലാണെന്നുണ്ടെങ്കിലും ഈവൻ സ്ക്വയർ ആണെങ്കിലും റെക്ടാങ്കിൾ ആണെങ്കിലും ഒക്കെ ദാറ്റ് ഈസ് കമ്പൈനിങ് ടു ട്രയാങ്കിൾസ് ആണ് ആക്ച്വലി. അതിന് ഇപ്പൊ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള അല്ലെങ്കിൽ റെക്ടാങ്കിൾ ഷേപ്പിലുള്ളതാണെങ്കിൽ അതിന്റെ മുകളിൽ പ്രഷർ വരുമ്പോൾ ഈ രണ്ട് സൈഡും പൊട്ടിയിട്ട് താവാനുള്ള ഇതിനുണ്ട്. അപ്പം ഇഫ് ഇറ്റ് ഇസ് എ ട്രയാങ്കുലർ ഷേപ്പ് ഇറ്റ് ഈസ് സപ്പോർട്ടീവ് ഈച്ച് അതർ. കാരണം ഏറ്റവും സ്ട്രോങ് ആർക്കിടെക്ചറിൽ നോക്കുകയാണെങ്കിലും എഞ്ചിനീയറിംഗിൽ നോക്കുകയാണെങ്കിലും ദിസ് ഇസ് ദ സ്ട്രോങ്ങസ്റ്റ് ബേസ്. സോ ആ ഒരു ആംഗിളിൽ നോക്കുന്ന സമയത്തും it is really good logo. So many thoughts came into this logo and it all fell into the right place. Exactly. That's so good. So you must be so proud of yourself and so proud of RAC. So I'm wishing you all the very best for your journey and your vision. May the Greater Malabar be true. Thank you. Thanks.